വൈകുന്നേരത്തെ പെട്രോളിംഗിനിടയിൽ നഗരമധ്യത്തിലുള്ള റെയിൽവേ ക്രോസിനടുത്തായി ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാര്യമറിയാനായി അദ്ദേഹം അവിടേക്ക് എത്തി. എന്താണ് അവിടെ എന്ന ചോദ്യത്തിന് കിട്ടിയ മറുപടി അത്ര സുഖകരമായിരുന്നില്ല. ഇതാണ് ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട വ്യഭിചാര കേന്ദ്രം. പുതുതായെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ കേട്ടപാടെ കയ്യിലുണ്ടായിരുന്ന ചൂരൽ ഉപയോഗിച്ച് ആൾക്കൂട്ടത്തെ അടിച്ചോടിക്കാൻ ശ്രമിച്ചു. ആളുകൾ ചിതറി ഓടാൻ തുടങ്ങി. കുറച്ചുപേരെ പിടിച്ച് ജീപ്പിലിട്ട് സ്റ്റേഷനിലേക്കും കൊണ്ടുവന്നു. കൂട്ടത്തിലൊരു സുന്ദരിയായ യുവതി ഉണ്ടായിരുന്നു. കിതച്ചുകൊണ്ട് അവൾ മുന്നോട്ട് വന്ന് പറഞ്ഞു, "സാർ, നിങ്ങൾ എത്ര അടിച്ചാലും കൊന്നാലും ഞങ്ങൾ വീണ്ടും അവിടെ തന്നെ വരും. ഇത് ഞങ്ങളുടെ ജീവിത മാർഗമാണ്. ഞങ്ങൾക്ക് വേറൊരു തൊഴിൽ അറിയില്ല. ഞങ്ങൾ അധ്വാനിക്കുന്നതിന്റെ പങ്ക് പറ്റാനെത്തുന്ന ഏമാന്മാരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്." ഈ വാക്കുകൾ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ചെവിയിൽ തുളച്ചു കയറി. അയാൾ ആ സ്ത്രീയെ അന്നേ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ പിന്നീട് അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടത് റെയിൽവേ ട്രാക്കിൽ തല ചിതറി കിടക്കുന്ന ആ യുവതിയെയായിരുന്നു. കണ്ടപാടെ അതൊരു കൊലപാതകമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. നഗരത്തിലെ പ്രധാനപ്പെട്ട വേശ്യയെ അറപ്പോടെ നോക്കിക്കണ്ട നാട്ടുകാർ ഒരു മൃഗത്തിന് നൽകുന്ന പരിഗണന പോലും ആ മൃതശരീരത്തിന് നൽകിയില്ല. പക്ഷെ തലയോട്ടി പിളർന്നു കിടക്കുന്ന യുവതിയുടെ ഘാതകനിലേക്ക് എത്താൻ പോലീസിന് അധികം സമയമെടുത്തില്ല. പക്ഷെ ആ കൊലയാളിക്ക് പറയാനുണ്ടായിരുന്നത് നൊമ്പരപ്പെടുത്തുന്ന മറ്റൊരു കഥയായിരുന്നു. ഒരു കാലത്ത് തമ്പുരാട്ടിക്കുട്ടി എന്ന പേരിൽ അറിയപ്പെട്ടവൾ പിന്നീട് വേശ്യയായി തെരുവിൽ അനാഥയെ പോലെ മരണപ്പെട്ടു. പക്ഷേ കൊലപാതകയെ കണ്ടെത്തിയപ്പോൾ ഇരുവർക്കും പരസ്പരം അറിയാതെ പോയ ഒരു പ്രണയ കഥ കൂടെയാണ് പുറത്തു വന്നത്. അത്രയേറെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ജീവിതം.